ഹായ് ഫോക്സ്. സോ ഇന്ന് 16th of December 2025 നമുക്ക് ഇന്നത്തെ ഞാൻ ഇട്ടിരുന്ന ട്രേഡിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. സോ ഞാൻ ഈ ഒരു ട്രേഡ് എക്സ്പ്ലനേഷൻസ് ചെയ്യുന്നത് കാരണം ഞാനൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ലൈക്ക് ഓരോരുത്തരും ട്രേഡ് എടുക്കുന്ന കണ്ടിട്ടുണ്ട്. നമുക്കപ്പോൾ എന്തുകൊണ്ടാണ് ട്രേഡ് എടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ എനിക്കും ആ ഒരു ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാന്ന് ലൈക്ക് ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ഫ്രെയിം വർക്ക് യൂസ് ചെയ്ത് ഓരോ രീതിയിൽ ട്രേഡ് എടുക്കാം. സോ ഇന്ന് ഞാൻ ട്രേഡ് എടുക്കുന്ന ഒരു പുതിയൊരു രീതിയാണ് കാണിച്ചു തരുന്നത്. ഇതൊരു ഹയർ ലെവൽ വീഡിയോ ആണ്, ഇതൊരു അഡ്വാൻസ്ഡ് വീഡിയോ ആണ്, ഇത് ഒട്ടും ഈസി വീഡിയോ അല്ല. സോ ഞാനത് ക്വിക്കായിട്ട് പറഞ്ഞു പോത്തേ ഉള്ളൂ. സോ നമുക്ക് നോക്കുവാണെങ്കിൽ റേഞ്ചസിന്റെ ബേസിൽ നോക്കുമ്പോൾ ഇതൊരു റേഞ്ചാണ്, മാർക്കറ്റ് ഓപ്പൺ തൊട്ട് മാർക്കറ്റ് ക്ലോസ് വരെ. നമ്മുടെ അടുത്തൊരു റേഞ്ചാണ് ഇത്. യാ സോ ഈ ഒരു റേഞ്ചിന്റെ മീനിങ് എന്ന് വെച്ചാൽ നമുക്ക് റേഞ്ചിന്റെ 50% ആണ് ഡിസ്കൗണ്ട്. സോ നമുക്ക് ഡിസ്കൗണ്ട് ടു പ്രീമിയം ടു ഡിസ്കൗണ്ട്. ഇപ്പൊ ഇതിന്റെ 50% മുകളിൽ പ്രീമിയം, താഴെ ഡിസ്കൗണ്ടുമാണ്. സോ ഈ ഒരു റേഞ്ച് നമുക്ക് ഇവിടെ നോക്കണമെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു റേഞ്ചിന്റെ ലൈക്ക് ഒരു ഇക്വിലിബ്രിയം, ലൈക്ക് 50% ആണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിനോട് ചേർന്ന് ഏതെങ്കിലും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉണ്ട് ഇവിടെ. ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു ഇംബാലൻസ് നമുക്കൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സോ ഈ ഒരു 50% റേഞ്ചിൽ നമുക്ക് ആ ഒരു ഇംബാലൻസിൽ പ്രൈസ് തട്ടുന്നു. സോ നമുക്ക് ഈ ഒരു 50% ഇവിടെ എത്തുന്നില്ല. അതിനു മുമ്പേ ഇംബാലൻസ് തട്ടി നമുക്ക് ഇവിടെ ഒരു റിവേഴ്സൽ കാണാം. എവിടെയാണ്? മൺഡേ. ഈ ഒരു ട്രേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേ ആയിരുന്നു പ്രീവിയസ് വീഡിയോയിൽ. സോ നമ്മൾ ആക്ച്വലി ആ ട്രേഡ് അല്ല നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ട്യൂസ്ഡേയിലെ ട്രേഡാണ് നോക്കാൻ പോകുന്നത്. 50% റിവേഴ്സ് ആയി. എന്തുകൊണ്ട് 50ൽ പോയെന്ന് വെച്ചാൽ മാർക്കറ്റ് നല്ല ബെയറിഷ് ആയിരുന്നു, മാർക്കറ്റിൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെല്ലണമായിരുന്നു, അതുകൊണ്ടാണ് മാർക്കറ്റ് പെട്ടെന്ന് ഫോൾ ആയത്. സോ മാർക്കറ്റ് ഫോൾ ആയി. ട്യൂസ്ഡേയിലത്തെ കാര്യം പറയുവാണെങ്കിൽ ട്യൂസ്ഡേ നമുക്ക് സെയിം ട്യൂസ്ഡേയിലെ റേഞ്ച് താണ്ടേ, ട്യൂസ്ഡേയിലെ റേഞ്ചിന്റെ 50% മാർക്കറ്റ് വന്നു. ഇതൊക്കെ നമുക്ക് മാർക്കറ്റ് ഓപ്പണിങ്ങിന് മുമ്പേ നടന്ന കാര്യങ്ങളാണ്. മാർക്കറ്റ് ഓപ്പണിംഗ് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ നമ്മുടെ 9:30 മാർക്കറ്റ് ഓപ്പണിംഗ് ഇവിടെ ആയിരുന്നു. യാ 9:30 മാർക്കറ്റ് ഓപ്പണിംഗ്. അതിനു മുമ്പേ നമ്മൾ നേരത്തെ പഠിച്ച കണക്ക് നമുക്കൊരു വേറെ ഇമ്പോർട്ടൻറ്റ് ലെവലാണ് 8:30 മാർക്കറ്റ് ഓപ്പണിംഗ്. 8:30 മാർക്കറ്റ് ഓപ്പണിംഗ് ഇന്ന് എന്താ ഇമ്പോർട്ടൻ്റ് വെച്ചാൽ നമുക്ക് ന്യൂസ് ഉണ്ടായിരുന്നു. സോ ആ 8:30 മാർക്കറ്റ് ഓപ്പണിങ്ങിന്റെ ന്യൂസിന്റെ ഒരു ന്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിക്ക് അല്ലെങ്കിൽ ഒരു ഹൈ അല്ലല്ലോ നമുക്കൊരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. നമുക്കിപ്പം ഇന്നത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഞാൻ കാണിച്ചു തരുന്ന 100%, 0.75% ഇക്വിലിബ്രിയം അത് എന്തോത്തിൻ്റെയാണെന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഡെയിലി ചാർട്ടിൽ പോകുവാണെങ്കിൽ ഈ ഒരു വിക്കിന്റെ ക്വാഡ്രൻസ് ആണ്. ആ ഒരു ക്വാഡ്രൻസിന്റെ 50% വന്നില്ല, നമുക്ക് 75% മാത്രമേ ക്ലോസ്, 75% മാത്രമേ ടച്ച് ചെയ്തോളൂ, 50% പോലും വന്നില്ല. സോ അതിനു മുമ്പേ നമുക്ക് റിവേഴ്സൽ, ലണ്ടൻ സെഷനിൽ റിവേഴ്സൽ നടന്നു. സോ ട്യൂസ്ഡേ, മൺഡേ കൺസോൾട്ടേഷൻ, ട്യൂസ്ഡേ റിവേഴ്സൽ അല്ലെ വെനസ്ഡേ റിവേഴ്സൽ. അപ്പൊ നമുക്കിവിടെ ട്യൂസ്ഡേ ആണ് റിവേഴ്സൽ നടന്നിരിക്കുന്നത്. സോ ട്യൂസ്ഡേ റിവേഴ്സലിൽ നമുക്ക് 50% വന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം മാർക്കറ്റിന് തിരിച്ച് പെട്ടെന്ന് പോകണമെന്നാണ്. സോ ആ പെട്ടെന്ന് പോകുന്നതിന്റെ നമുക്ക് കുറച്ചുകൂടെ സൂം ഇൻ ചെയ്ത് നോക്കാം. നമുക്ക് കറക്റ്റ് ഒരു 75% തൊട്ട് താഴെ വന്നിട്ട്, 25% അല്ലെ 75% തൊട്ട് താഴെ വന്നിട്ട് മാർക്കറ്റ് ലണ്ടൻ സെഷനിൽ, ലണ്ടൻ ഓപ്പണിൽ ഏഷ്യൻ ലോയും എടുത്തിട്ട് റിവേഴ്സൽ ആണ് നടന്നിരിക്കുന്നത്. സോ റിവേഴ്സൽ നടന്നു, ഇവിടെ തട്ടി. ഇതൊക്കെ ലണ്ടൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ ഹൈ വരെ നമുക്ക് ഇതൊരു അടിപൊളി ട്രേഡാണ്. ലണ്ടൻ ട്രേഡ് ചെയ്യുന്നവർക്ക് നമുക്ക് ഇവിടുന്ന് എൻട്രി എടുത്ത് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ ഏഷ്യയുടെ ഹൈ എയിം ചെയ്യാം. ഓക്കെ, ഇതൊരു ലണ്ടൻ സെഷൻസിന്റെ ട്രേഡാണ്. ഈ ട്രേഡ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഈ ട്രേഡ് ഒരു പ്രാക്ടിക്കൽ ട്രേഡാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ, ഇതെങ്ങനെയാണ് ഈ ലണ്ടൻ സെഷനിൽ ട്രേഡ് പാൻ ഔട്ട് ആവുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ മാർക്കറ്റ് മേക്കർ സീരീസിന്റെ 4th പാർട്ടിലോ 3rd പാർട്ടിലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു അടിപൊളി ട്രേഡാണ്. ലണ്ടനിൽ ട്രേഡ് ചെയ്യാത്തവർക്ക് ന്യൂയോർക്കിലോട്ട് വരുമ്പോൾ, ന്യൂയോർക്കിൽ ഇത്രയും വൃത്തികെട്ടൊരു പ്രൈസ് ആക്ഷൻ ആണ്. ബിഗിനേഴ്സ് ഒരിക്കലും ഈ ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡ് ചെയ്യരുത്. ഇത് വളരെ അഡ്വാൻസ്ഡ് വീഡിയോ ആണ്. സോ നമ്മുടെ ഡീലിംഗ് റേഞ്ചിന്റെ 50% പ്രൈസ് വന്നിട്ടുണ്ട്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ന്യൂസിന്റെ ഹൈ ഇവിടാണ്. ഓക്കെ, ന്യൂസിന്റെ ഹൈ ഞാൻ പറഞ്ഞിരുന്നു ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് കാരണം ന്യൂസിന്റെ ഹൈ ലിക്വിഡിറ്റി പോയിന്റ് തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഓക്കെ, ന്യൂസിന്റെ ഹൈ ഇവിടെ എടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മുടെ മാക്രോ ടൈം വിൻഡോയിലാണ് ഈ ന്യൂസിന്റെ ഹൈ എടുത്തിരിക്കുന്നത്. മാക്രോ ടൈം വിൻഡോ എന്ന് വെച്ചാൽ 10:45 to
എല്ലാ ഇതിന്റെയും 45 ടു എല്ലാ അവറിന്റെയും ഓപ്പണിംഗ് അല്ലെങ്കിൽ ഇപ്പൊ 10:45 ടു 11:15 അതുവരെയാണ് മാക്രോ വിൻഡോ. സോ ഇവിടെ നമുക്ക് 9:55 ടു 10:15. അപ്പൊ അതാണ് നമ്മുടെ മാക്രോ വിൻഡോ. നമ്മുടെ ലിക്വിഡിറ്റി ഇവിടെ എടുത്തു, നമുക്ക് സൈൻസ് ഓഫ് റിവേഴ്സൽ ഒന്നും കണ്ടില്ല, എന്നിട്ട് ആ ഒരു ബ്രേക്കർ ബ്ലോക്ക് നമുക്ക് ഫോം ആയി. ഇവിടെ നമുക്ക് ES-ഉമായിട്ട് ഒരു ക്രാക്ക് ഇൻ കോറിലേഷൻ ഉണ്ടായിരുന്നു. സോ ഒരു ക്രാക്ക് ഇൻ കോറിലേഷൻ വെച്ച് ES ആയിട്ടുള്ള ഒരു ക്രാക്ക് ഇൻ കോറിലേഷൻ വെച്ച്, എന്താ ES ആയിട്ടുള്ള ക്രാക്ക് ഇൻ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ES 830 ന്യൂസിന്റെ ഹൈ എടുത്തിട്ടില്ല, അതേസമയം നാസ്ഡാക്ക് 830 ന്യൂസിന്റെ ഹൈ എടുത്തു. സോ നമുക്ക് കൺഫേം ആണ് ഇത് റിവേഴ്സൽ ആകുമെന്ന്. സോ നമ്മൾ ഒരു നല്ലൊരു പുഷ് ഡൗൺ ആയിട്ട് വെയിറ്റ് ചെയ്തു. നമ്മൾ ആ ഒരു ഇവിടാണ് എൻട്രി ചെയ്തത്. ഞാൻ ആ ഒരു സ്പെസിഫിക് എൻട്രിയിലോട്ട് പോവാം. നമ്മൾ എക്സാക്ട്ലി ഈ ഒരു പോയിന്റിലാണ് എൻട്രി ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു അഡ്വാൻസ്ഡ് വീഡിയോ ആണ്, ഇതൊരു ബിഗിനേഴ്സിന്റെ വീഡിയോ അല്ല. കാരണം ഇതൊരു വളരെ വൃത്തികെട്ട മാർക്കറ്റ് ആയിരുന്നു ഇന്ന്. കാരണം ഇന്ന് അൺഎംപ്ലോയ്മെന്റും ഈ വീക്ക് NFP വീക്കാണ്. അപ്പോൾ സോ വളരെ വൃത്തികെട്ട മാർക്കറ്റ് ആയിരുന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് നമ്മൾ എൻട്രി ചെയ്തു നമ്മളുടെ ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇതിപ്പോ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഈ എൻട്രി കിട്ടാത്തവർക്ക് നമുക്ക് ഈ സെക്കൻഡ് ഈ ഗ്യാപ്പിൽ എൻട്രി ചെയ്യാം. നമുക്ക് ഈ ലിക്വിഡിറ്റി എയിം ചെയ്യായിരുന്നു. ഞാൻ ഇവിടുത്തെ താഴത്തെ ഒരു ഹയർ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇത് ചെയ്തത്. നമ്മൾ 4 കോൺട്രാക്ടിന് ട്രേഡ് എടുത്തു, 4 കോൺട്രാക്ട് ഇവിടെ ക്ലോസ് ആയി. കറക്റ്റ് നമ്മൾ എക്സിറ്റ് അടിച്ച് അവിടുന്ന് നമ്മുടെ മാർക്കറ്റ് റിവേഴ്സ് ആയി. പിന്നെ മാർക്കറ്റ് ബാക്കിയുള്ള സമയം മൊത്തം കൺസോളിഡേറ്റ് ആയി. വലിയ ലൈക്ക് ഇതും ഒരു ട്രേഡബിൾ ഇതായിരുന്നു, പക്ഷേ ഞാൻ ഈ സാധനം റെക്കമെൻഡ് ചെയ്യില്ല. ഇതും ഒരു അഡ്വാൻസ്ഡ് ട്രേഡ് ആണ്. ലൈക്ക് ഇതിന്റെ ഓവറോൾ ഒരു പ്രൈസ് ആക്ഷൻ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ 15 മിനിറ്റ്സിൽ ഇന്നത്തെ ചാർട്ട് നമ്മൾ 15 മിനിറ്റ്സ് നോക്കുവാണെങ്കിൽ ബിഗിനേഴ്സിന് ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇതല്ല. ഇങ്ങനത്തെയാണ് മാർക്കറ്റ് വന്നിരുന്നത്. സോ ഇത് നമുക്ക് ബിഗിനേഴ്സിന് ട്രേഡ് ചെയ്യാൻ പറ്റിയതല്ല. സോ ഞാൻ ട്രേഡ് ചെയ്യുന്ന രീതി പറഞ്ഞു തന്നെയാണ്. നമുക്ക് DRT ലെവൽസ് വെച്ച് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ദിവസം നമുക്ക് DRT ലെവൽസ് വെച്ച് ട്രേഡ് ചെയ്യാം, നമുക്ക് റേഞ്ചസ് വെച്ച് ട്രേഡ് ചെയ്യാം. നമുക്ക് അങ്ങനത്തെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. സോ DRT ലെവൽസ് വെച്ച് ട്രേഡ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഞാൻ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസിന്റെ ഒക്കെ വീഡിയോസ് ഭാവിയിൽ ഇടാം. സോ നമ്മൾ ലണ്ടനിൽ ഒരു ട്രേഡ് കണ്ടു, ന്യൂയോർക്കിൽ ഞാൻ എടുത്ത ട്രേഡും കാണിച്ചു. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡ് എക്സ്പ്ലനേഷൻ, 16th of December ട്രേഡ് എക്സ്പ്ലനേഷൻ. ഇതൊരു വളരെ ബാഡ് ഡേ ആണ്. ഇന്ന് ആരും ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. എൻ്റെ അടുത്ത് ലൈക്ക് ഇത് ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്ത് വെറുതെ ലോസ് വന്ന് വെറുതെ മെന്റൽ പവറും നമ്മുടെ ക്യാപിറ്റലും എല്ലാം കൊണ്ട് കളയുന്നതിനെക്കാട്ടി ഇങ്ങനത്തെ ഒരു ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് വളരെ നല്ലത്. അഡ്വാൻസ് ട്രേഡേഴ്സിന് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. ഞാൻ എടുത്ത ട്രേഡിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എടുക്കാൻ അറിയാവുന്നവരും ലൈക്ക് അഡ്വാൻസ് കുറച്ച് നാളായിട്ട് സീസണൽ ട്രേഡേഴ്സിന് എല്ലാവർക്കും ഈ ട്രേഡ് എടുക്കാം. ബിഗിനേഴ്സ് ഇങ്ങനത്തെ ഒരു ദിവസം മാർക്കറ്റ് ജസ്റ്റ് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാതെ പക്ക ഒരു മാർക്കറ്റ് മേക്കർ മോഡൽ ഇല്ല, നിങ്ങൾ ഇങ്ങനത്തെ ട്രേഡ് എടുക്കരുത്. കാരണം നമുക്ക് ഏറ്റവും വേണ്ടെന്ന് പറഞ്ഞ മനസ്സമാധാനമാണ് ട്രേഡിങ്ങിൽ. നമ്മൾ ഇവിടെ വെറുതെ ക്യാപിറ്റൽ കളഞ്ഞ് നാളെ റിവെഞ്ച് ട്രേഡ് ചെയ്തു. ഇത് NFP വീക്കാണ്. സോ ട്രേഡ് സേഫ്, ബി സേഫ്, ബൈ.